നമസ്കാരം. നമ്മുടെ ഇലക്ഷൻ ഇങ്ങ് അടുത്തു. ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. നമുക്കൊന്ന് പത്തനാപുരം വരെ പോയിട്ട് വന്നാലോ? പത്തനാപുരത്തെ പച്ചത്തത്തകളൊക്കെ തന്നെ ചത്തുകുത്തി ഇരിക്കുകയല്ല, നല്ലോണം പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. KB ഗണേഷ് കുമാറിന് എതിരാളിയായി നിൽക്കുന്നത് UDF-ലെ തന്നെ ശക്തനായ നേതാവായിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ പത്തനാപുരത്തുകാർക്ക് അതിൽ യാതൊരു സംശയവും കാണൂല. ജ്യോതികുമാർ ചാമക്കാലയാണ് പത്തനാപുരത്ത് UDF-ന് വേണ്ടി സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. ജ്യോതികുമാർ കഴിഞ്ഞ വർഷവും KB ഗണേഷ് കുമാറിനെതിരെ പത്തനാപുരത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം നമ്മുടെ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അതിനുശേഷം ജ്യോതികുമാർ എവിടെയായിരുന്നു എന്ന ചോദ്യമുണ്ട്. പക്ഷേ പത്തനാപുരത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ചില തെരഞ്ഞെടുപ്പുകളിലല്ലാതെ പത്തനാപുരത്ത് നിന്നും ജ്യോതികുമാർ ഒരിടത്തേക്കും പോയിട്ടില്ല. ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവിടെ വീട് വാടകയ്ക്കെടുത്തു, അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. ഒരു 7-7:30 മണിയോടുകൂടി വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. നേരെ പോകുന്നത്, അന്ന് അവിടെ പത്തനാപുരത്ത് 7 മണ്ഡലങ്ങളാണുള്ളത്. ആ മണ്ഡലങ്ങളിലൊക്കെ തന്നെ വല്ല വിവാഹമോ പാലുകാച്ചൽ ചടങ്ങോ 28 കെട്ടോ അതുപോലെ തന്നെ മരണാനന്തര ചടങ്ങുകളോ ഏതെങ്കിലും വ്യക്തി ആക്സിഡന്റ് ആയി കിടക്കുന്നുണ്ടെങ്കിൽ അവരെ കാണാൻ പോകാൻ, രോഗികളെ ശുശ്രൂഷിക്കാൻ തുടങ്ങി അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ജ്യോതികുമാർ ചാമക്കാല ഒരു വ്യക്തിയായി, ഒരു നാട്ടുകാരനായി നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം എന്നുള്ളതാണ്. ജ്യോതികുമാർ ചാമക്കാലയെ പോലെയുള്ള നേതാക്കന്മാരെയാണ് പലരും ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാകുന്നുണ്ട്. ഒരു MLA നിലയിലല്ല, ഒരു കൗൺസിലർ എന്ന നിലയിലാണ് അവിടങ്ങളിലെല്ലാം പ്രവർത്തിച്ചു വന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ തന്നെയാണ്. അതായത് കൗൺസിലറോ പഞ്ചായത്ത് അംഗമോ ഒക്കെ തന്നെ ആയിരിക്കും ജനങ്ങളുമായി ഏറ്റവും അടുത്ത് ഇടപഴകുന്നത്. ഒരു മന്ത്രിയെക്കാളോ ഒരു MLA-ക്കാളോ ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകുന്നത് ഇവരൊക്കെയാണ്. ഇവർ ചെയ്യുന്ന പോലെ തന്നെയാണ് ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ 5 വർഷമായിട്ട് പത്തനാപുരത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് UDF-നോട് അല്ലെങ്കിൽ കോൺഗ്രസിനോട് ഒരു ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അവസാന നിമിഷം തന്നെ പത്തനാപുരത്ത് നിന്നും മറ്റെവിടേക്കും മാറ്റരുത് എന്നുള്ളത്. കാരണം അദ്ദേഹം ബേസ് ഇട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു ധാരണ എവിടെയുണ്ട്. മാത്രമല്ല, KB ഗണേഷ് കുമാർ മന്ത്രിയായതിന് പിന്നാലെ തൻ്റെ മണ്ഡലത്തിൽ, തൻ്റെ പത്തനാപുരത്ത് അധികം ശ്രദ്ധ കാഴ്ചവെക്കാൻ KB ഗണേഷ് കുമാറിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ പരമാവധി അവിടേക്ക്, തൻ്റെ ആ സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ, ആ മണ്ഡലങ്ങളിലേക്കൊക്കെ തന്നെ ബസ് വിട്ടുകൊണ്ട്, ബസ് റൂട്ട്, പുതിയ ബസ് റൂട്ടുകൾ, പുതിയ രീതികളിലുള്ള ബസ്സുകളൊക്കെ തന്നെ വിട്ടുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എങ്ങോട്ടും പോയിട്ടില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഗണേഷ് കുമാർ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാം, എപ്പോഴും ജനങ്ങളുടെ ഹൃദയം മാറാനുള്ള സാധ്യതയുണ്ട്. 25 വർഷം പിന്നിട്ടുകയാണ് ഗണേഷ് കുമാർ മന്ത്രി എന്ന നിലയിലും MLA നിലയിലും പത്തനാപുരത്തെ അഭിസംബോധന ചെയ്ത്, അല്ലെങ്കിൽ പത്തനാപുരത്തിന് വേണ്ടി നിൽക്കാൻ തുടങ്ങിയിട്ട് 25 വർഷം തികയുകയാണ്. ഈ ഘട്ടത്തിലേക്ക് ജ്യോതികുമാറിനെ പോലെ വളരെ ശക്തരായ നേതാവ്, നമുക്കറിയാം, നമുക്കൊക്കെ തന്നെ പരിചയമുള്ളത് ജ്യോതികുമാർ ഒരു ചാനൽ ചർച്ചാ സിംഹമായിട്ടാണ് പലരും അദ്ദേഹത്തിന്റെ വാക്കുകൾ പറയുന്നത്. അദ്ദേഹത്തിനെ പല രീതിയിലും ട്രോളുകയൊക്കെയുണ്ട്. പക്ഷേ കഴിഞ്ഞ 5 വർഷം ജ്യോതികുമാർ എന്താണ് ചെയ്തിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയായിരുന്നു. ഒരു കൗൺസിലറിനെ പോലെ, ഒരു പഞ്ചായത്ത് അംഗത്തെ പോലെ, ഒരു പഞ്ചായത്ത് മെമ്പറിനെ പോലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. കാരണം ജ്യോതികുമാർ ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയണം. ആ സ്ഥലങ്ങളിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല, ഇതിനുവേണ്ടി അദ്ദേഹം ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് പോലും ക്രിയേറ്റ് ചെയ്ത സാഹചര്യം ഉണ്ടാകുന്നു. നല്ല കാര്യത്തിനും മോശം കാര്യത്തിനും ഒരു പ്രശ്നം വന്നാൽ മന്ത്രിയെക്കാളും അല്ലെങ്കിൽ ആ കൗൺസിലറിനെക്കാളും പഞ്ചായത്ത് അംഗത്തിനേക്കാളും ആദ്യം അവിടെ എത്തുന്നത് ജ്യോതികുമാർ ആയിരിക്കും. പ്രശ്ന പരിഹാരത്തിനും ജ്യോതികുമാർ മുന്നിൽ തന്നെ ഉണ്ടാകും. പല സാഹചര്യങ്ങളിലും പല വിവാഹങ്ങളും നേരിട്ട് പോയി അദ്ദേഹത്തെ ക്ഷണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇനി ക്ഷണിച്ചില്ല എങ്കിൽ പോലും വരും. നമുക്ക് ഇപ്പോൾ റീലുകളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുമ്പോൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഒരമ്മ പറയുകയാണ്, എൻ്റെ മകൻ മരിച്ചപ്പോൾ നിങ്ങൾ വന്നു, എനിക്കതിൽ വളരെ സന്തോഷമുണ്ട് എന്നൊരു അമ്മ ഒരു സ്ഥാനാർത്ഥിയോട് പറയുകയാണ്. ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യന്മാർ. എൻ്റെ വീട് പാലുകാച്ചൻ അദ്ദേഹം വന്നു, അല്ലെങ്കിൽ എൻ്റെ അമ്മ മരിച്ചപ്പോൾ വന്നു, എൻ്റെ സഹോദരൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ വന്നു, എൻ്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു ആവശ്യമുണ്ടായപ്പോൾ അദ്ദേഹം നിന്നിരുന്നു വീട്ടിൽ, അല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശിക്ക് എന്തെങ്കിലും പറ്റിയപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നോ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ്, എന്നാൽ പിന്നെ അദ്ദേഹത്തിന് കൊടുക്കാം ഒരു വോട്ട്, മന്ത്രി പോലും തിരിഞ്ഞു നോക്കാതെ എടുത്തല്ലേ അദ്ദേഹം വന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് വോട്ട് കൊടുക്കുന്ന ജനങ്ങൾ തന്നെയായിരിക്കും. എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ MLA ജ്യോതികുമാർ ചാമക്കാല ആയിരിക്കുമെന്ന് ജനങ്ങൾ പറയുന്നത് കൊണ്ട് യാതൊരുവിധ അതിശയോക്തിയും ഇല്ല. കാരണം പത്തനാപുരത്തെ ജനങ്ങൾക്കറിയാം, കഴിഞ്ഞ 5 വർഷം ജ്യോതികുമാർ അവിടെ എന്താണ് ചെയ്തത് എന്ന് വളരെ വ്യക്തമാണ്. ജ്യോതികുമാർ ചെയ്ത ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടുപഠിക്കേണ്ടതുണ്ട്. അതായത് ഒരു മണ്ഡലം സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഈ
ചാണ്ടി ഉമ്മനൊക്കെ തന്നെ പുതുപ്പള്ളിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പുതുപ്പള്ളിയിൽ 2, 3, 4, 5 അങ്ങനെ 48 വീടുകൾ പുതുപ്പള്ളിയിലേക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ അങ്ങനെ വേണം ചെയ്യാൻ. നിശ്ചിതപ്പെട്ട നിങ്ങളുടെ മണ്ഡലങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. നിങ്ങൾ മന്ത്രിയായിരിക്കാം, ഒരുപക്ഷെ മുഖ്യമന്ത്രിയായിരിക്കാം, പക്ഷെ മണ്ഡലം മറന്നൊന്നും ചെയ്യരുത് എന്നുള്ളതാണ്. കാരണം ആ മണ്ഡലത്തിലെ ജനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ആദ്യം പ്രവർത്തിച്ചിട്ട് പോരെ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും ജ്യോതികുമാർ ചാമക്കാല വളരെ ശക്തനായ നേതാവ് തന്നെയാണ്. മറ്റൊരു കാര്യം, KB ഗണേഷ് കുമാർ അവിടെ ജയിക്കാൻ 80% സാധ്യതയുള്ളിടത്ത് ചാമക്കാലയെ അല്ലാതെ മറ്റാരും സധൈര്യം മുന്നോട്ട് വരികയില്ല. ഞാൻ അവിടെ നിന്ന് പത്തനാപുരത്ത് നിന്ന് ഞാൻ ജയിച്ചോളാം, അല്ലെങ്കിൽ ഞാൻ പത്തനാപുരത്ത് പ്രവർത്തിക്കാമെന്ന് ആരും സധൈര്യം മുന്നോട്ട് വരാത്തൊരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് കൂടി ഓർക്കുക. കാരണം ചുളുവിൽ നിന്ന് ജയിക്കാനാണല്ലോ പലരും ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. എന്തിന് VD സതീശൻ പോലും ആ ധൈര്യം കാണിച്ചില്ല, നമുക്ക് എടുത്തു പറയേണ്ടി വരും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും KB ഗണേഷ് കുമാർ ഉജ്ജ്വല വിജയം തന്നെയാണ് കഴിഞ്ഞ തവണ കാഴ്ചവെച്ചത്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ മന്ത്രി എന്ന നിലയിൽ KB ഗണേഷ് കുമാർ നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് പത്തനാപുരത്തുകാർക്ക് ഒരു മാതൃക അല്ലെങ്കിൽ ഒരു അഭിമാന മന്ത്രി തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ഉണ്ടാക്കിയ ഈ ഒരു പ്രശ്നം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ തുറന്നു പറഞ്ഞ ചില വെളിപ്പെടുത്തൽ കാരണം പത്തനാപുരത്തെ ജനങ്ങൾക്ക് തലയിൽ കൈവെക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാകുന്നു. അതിനി എത്ര തേച്ചുമാച്ച് കളഞ്ഞാലും പത്തനാപുരത്തുകാർക്ക് അത് വ്യക്തമായി അറിയാം. അതുകൊണ്ട് ജ്യോതികുമാർ ജയിക്കും, ഗണേഷ് തോൽക്കും എന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.